ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 31-ാമത്തെ സർഗം. ശ്രീരാമചരിതം കഥനം ചെയ്യുന്നു ഹനുമാൻ സ്വാമി. ഏവം ബഹുവിധാം ചിന്താം ചിന്തയിത്വാ മഹാകവി സംശ്രവേ മധുരം വാക്യം വൈദേഹ്യ വ്യാജഹാരഃ. ഹനുമാന്റെ വാക്കുകളിൽ സംഗീതത്തിൻ്റെ മാധുര്യവും സാഹിത്യത്തിൻ്റെ ആലോചനാമൃതത്വവും സമ്മേളിച്ചിരുന്നു. രാജ ദശരഥോ നാമാരഥകുഞ്ചരവാജിമാൻ പുണ്യശീലോ മഹാകീർത്തി യജുരാസീൻ മഹായശ. ചതുരംഗപ്പടയോടുകൂടിയവനും പുണ്യശീലനും കീർത്തിമാനും സത്യസന്ധനും മഹാകീർത്തിമാനുമായ ദശരഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജർഷീണാം ഗുണശ്രേഷ്ഠ തപസാചർഷ്യഭിസമ ചക്രവർത്തി കുലേ ജാത പുരന്തര സമോബലേ. രാജർഷികളിൽ വിശിഷ്ടനും തപസ്സിൽ ഋഷിതുല്യനും ബാഹുബലത്തിൽ ഇന്ദ്രതുല്യനുമായ അദ്ദേഹം ചക്രവർത്തി കുലത്തിൽ ജനിച്ചവനായിരുന്നു. അഹിംസാരതിരക്ഷുദ്രോ ഗൃണീതത്യപരാക്രമ മുഖ്യചേഷ്വാകുവംശസ്യ ലക്ഷ്മീവാൻ ലക്ഷ്മിവർദ്ധന. അഹിംസാതൽപരനും മഹാമനസ്കനും പരാക്രമശാലിയും ഇക്ഷ്വാകുവംശനാഥനുമായ അദ്ദേഹം സമ്പന്നനും ഭാഗ്യവാനും ആയിരുന്നു. പാർത്ഥിവ വ്യഞ്ജനേ യുക്ത പൃഥുശ്രീ പാർത്ഥിവർഷഭ പൃഥിവ്യാം ചതുരന്തായാം വിശ്രുത സുഗതസുഖി. രാജലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ആ രാജാതിരാജൻ്റെ യശസ് സമുദ്രപര്യന്തമുള്ള ഭൂമിയിലെങ്ങും വ്യാപിച്ചിരുന്നു. നന്മ നിറഞ്ഞ അദ്ദേഹം പ്രജകൾക്ക് എന്നും നന്മ ചെയ്യുന്നതിൽ തൽപരനും ആയിരുന്നു. തസ്യപുത്ര പ്രിയോ ജ്യേഷ്ഠസ്ഥാരാധിപനിപാലന രാമോ നാമ വിശേഷജ്ഞ ശ്രേഷ്ഠസർവധനുഷ്ഠതാം. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മൂത്ത മകൻ ശ്രീരാമൻ ചന്ദ്രസദൃശമായ മുഖമുള്ള സുന്ദരനും വില്ലാളികളിൽ മുമ്പനും വിശേഷജ്ഞനും ആയിരുന്നു. സർവധനുഷ്മത, വില്ലാളികളിലെ മുമ്പനും വിശേഷജ്ഞനും ആകുന്നു. ലൗകികവും ആത്മീയവുമായ കാര്യങ്ങളിൽ അറിവുള്ളവനാണ് വിശേഷജ്ഞൻ. രക്ഷിത സ്വസ്യധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിത രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ ച പരന്തവ. അദ്ദേഹം സ്വധർമ്മത്തിൻ്റെ രക്ഷകനാണ്, സ്വന്തം പ്രജകളുടെ രക്ഷകനാണ്. സകല ജീവജാലങ്ങളുടെയും ധർമ്മത്തിൻ്റെയും രക്ഷകനും കൂടിയായ അദ്ദേഹം ശത്രുക്കൾക്ക് അന്തകനുമാണ്. ക്ഷത്രിയൻ്റെയും രാജാവിൻ്റെയും ധർമ്മം സംരക്ഷിക്കുന്നവനാണ് രാമൻ. അതിനുവേണ്ടി ശത്രുക്കളെ സംഹരിക്കാനും അദ്ദേഹം കരുത്തുറ്റവനാണ് എന്ന് സാരം. തസ്യ സത്യാവിസന്ധസ്യ വൃദ്ധസ്യ വദനാത് പിതുഃ സഭാര്യ സഹജഭ്രാത വീരപ്രവാക്ഷിതോ വനം. സത്യനിഷ്ഠനും വൃദ്ധനുമായ പിതാവിൻ്റെ വാക്കനുസരിച്ച് വീരനായ ശ്രീരാമൻ പത്നിയോടും അനുജനോടും കൂടി തപസ്വീ വേഷത്തിൽ കാട്ടിലേക്ക് പോയി. തേന തത്ര മഹാരണ്യേ മൃഗയാം വരിതാവത രാക്ഷസാ നിഹതാ ശൂര ഭാവകാമരൂപിണ. ആ കൊടുങ്കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന അദ്ദേഹം കാമരൂപികളും, അതായത് ആഗ്രഹത്തിനൊത്ത് രൂപം കൈക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാരെ എന്നർത്ഥം, ശൂരന്മാരുമായ നിരവധി രാക്ഷസരെ വധിച്ചു. ജനസ്ഥാനവദം ശ്രുത്വാ ഹതൗജകരദൂഷണോ തതസ്ഥോ മർഷാപഹൃത ജാനകീ രാവണേനതു വഞ്ചയിത്വാ വനേ രാമം മൃഗരൂപേണ മായയാ. ജനസ്ഥാനത്തിൻ്റെ നാശവും കരദൂഷണന്മാർ വധിക്കപ്പെട്ട വിവരവും കേട്ട് കോപിഷ്ഠനായ രാവണൻ മായാനിർമ്മിതമായ പൊന്മാൻ മുഖേന രാമനെ വഞ്ചിച്ച് കാമമോഹിതനായി സീതയെ അപഹരിച്ചു കൊണ്ടുപോന്നു. രാക്ഷസന്മാരുടെ കേന്ദ്രമാണ് ജനസ്ഥാനം. അവരെ സംഹരിച്ചതോടെ ജനസ്ഥാനം നശിച്ചു എന്ന അർത്ഥം. സമാർഗമാണസ്താം ദേവീം രാമസീതാമനിന്ദിതാം അസസാധവനേ മിത്രം സുഗ്രീവം നാമവാനരം. രാമൻ നിർദോഷയായ സീതാദേവിയെ കാട്ടിൽ തിരഞ്ഞു നടക്കുമ്പോൾ സുഗ്രീവൻ എന്ന വാനരൻ്റെ മിത്രമായി തീർന്നു. സുഗ്രീവേണ പ്രതിജ്ഞാതം സീതായ പരിമാർഗണം സുഗ്രീവസ്യാഭിരാമേണ ഹരിരാജ്യം നിവേദിതം. സീതാദേവി എവിടെയാണ് എന്ന കാര്യം കണ്ടുപിടിക്കാം എന്ന് സുഗ്രീവനെ വാനരാജാവായിട്ട് വാഴിക്കാമെന്ന് രാമനും സഖ്യം ചെയ്തു. തതസ്സ ബാലിനം ഹത്വാ രാമ പരപുരഞ്ജര പ്രായച്ചത് കവിരാജം സുഗ്രീവായ മഹാബല. അപ്രകാരം പരാക്രമശാലിയും ബലവാനുമായ ശ്രീരാമൻ ബാലിയെ വധിച്ച്
വാനരരാജ്യം സുഗ്രീവന് ദാനം ചെയ്തു. അയാളെ രാജാവായിട്ട് വാഴിച്ചു. സുഗ്രീവേനാഭിസന്ധിഷ്ട ഹരയ കാമരൂപിണ ദിക്ഷു സർവാസുതാം ദേവീം വിജുന്നന്തി സഹസ്രശ. സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് കാമരൂപികളായ ആയിരക്കണക്കിൽ വാനരന്മാർ സീതാദേവിയെ എല്ലാ ദിക്കുകളിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അഹം സമ്പാദിവചനാഷതയോജനമായതം തസ്യാഹേതോർവിശാലാക്ഷ്യ സാഗരം വേഗവാൻ പ്ലുത. ഞാൻ സമ്പാദ്യവാക്യം കേട്ട് ഉത്സാഹപൂർവം വേഗത്തിൽ ആ ദേവിയെ തേടി 100 യോജന വിസ്തീർണമുള്ള സമുദ്രം ചാടിക്കടന്ന് ഇവിടെ വന്നു. യഥാ രൂപാം യഥാ വർണ്ണാം യഥാ ലക്ഷ്മീം വിനിശ്ചിതാം അശ്രൗഷം രാഘവസ്യാഹം സേയമാസാദിതാമയ. ശ്രീരാമൻ പറഞ്ഞ പ്രകാരമുള്ള രൂപസൗഭാഗ്യവും നിറപ്പകിട്ടും കാന്തിപ്പൊലിമയുമുള്ള ആ ദേവിയെ ഞാനൊന്ന് കണ്ടെത്തി. വിമരാമൈവ മുക്താസോ വാചം വാനരപുങ്കവ. വാനരശ്രേഷ്ഠനായ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞ ശേഷം മൗനം അവലംബിച്ചു. ജാനകീജാവിദക്ഷുത്വ വിസ്മയം പരമം ഗത. ജാനകിയാകട്ടെ ഈ കേട്ടത് എന്താണ്, എവിടെ നിന്നാണ് എന്ന് ചിന്തിച്ച് അത്ഭുതാധീനയായിട്ട് തീർന്നു. തതസ വക്രകേശാന്ത സുകേശീകേശ സംവൃതം ഉന്നമ്യാവധനം ഭീരു ശിംശുഭാവക്ഷമൈഷത. അഗ്രം ചുരുണ്ട മുടിയോടുകൂടി അവൾ ഭയത്താൽ മുടി വീണു മറച്ചിരുന്ന മുഖമുയർത്തി അശോകവൃക്ഷത്തിലേക്ക് നോക്കി. നിശമ്യ സീതാവചനം കവേശ്ച സർവാ പ്രതിശ്ച വീക്ഷ്യ സ്വയം പ്രഹർഷം പരമം ജഗാമ സർവാത്മനാ രാമ മനുസ്മരന്തി. നിശമ്യ സീതാവചനം കവേശ്ച സർവാ പ്രതിശ്ച വീക്ഷ്യ സ്വയം പ്രഹർഷം പരമം ജഗാമ സർവാത്മനാ രാമ മനുസ്മരന്തി. മനസ്സും വാക്കും കർമ്മവും കൊണ്ട് സദാ രാമനെ തന്നെ സ്മരിച്ചിരിക്കുന്ന സീതാദേവി വാനരൻ്റെ ആത്മകഥം പോലുള്ള വാക്കുകൾ കേട്ട ദിക്കിലേക്കും വിദിക്കിലേക്കും സൂക്ഷിച്ചു നോക്കി. അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അത്യന്തം ആനന്ദിച്ചു. സാ തിജൂർധ്വം ജദാപ്യതസ്ഥ നിരീക്ഷമാണാതമചിന്യ ബുദ്ധിം ദദർശ പിംഗാധിപതേരമാത്യം പാദാത്മജം സൂര്യഭിഗോദയസ്തം. അവൾ ചുറ്റിലും മുകളിലും താഴത്തും സസൂക്ഷ്മം വീക്ഷിച്ചു. അപാരബുദ്ധിമാനും വാനരരാജാവിൻ്റെ അമാത്യനും വായുപുത്രനുമായ ഹനുമാനെ ഉദയഗിരിയാൽ പ്രത്യക്ഷപ്പെട്ട സൂര്യനെപ്പോലെ അവൾ ദർശിച്ചു. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഈ രാമകഥാഖ്യാന എഴുത്തച്ഛൻ എത്ര സംക്ഷിപ്തമായിട്ടാണ്, പക്ഷെ എത്ര മനോഹരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പവനസുതനിവ ബലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമലനയനവരഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി രതിരമണതുല്യരായി 4 പേരുണ്ടിതു. രാമഭരത സൗമിത്രിശത്രുഘ്നന്മാർ രജനിജര കുലനിധന ഹേതുഭൂതൻ വിദൂരാജ്ഞയാ കാനനം തന്നെ വാണിടിനാൻ. ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിദോദത. തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു തത്വരം കൊന്നിതു ശക്രസുതനെയും. തരണിതനയനു മതകവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കവിവരരെ വിരവിനോടു 4 ദിക്കിങ്കലും കണ്ടുവരുവാൻ അയച്ചോരനന്തരം. പുനരവരിൽ ഒരുവനഹം അത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൾ. ജലനിധിയും ഒരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര ദാതാനുഗ്രഹവശാൽ. തരുനികരവരമരിയ ശിംശവാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത. കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാവാകൃത ഹൃത്യനായിടിനേൻ. ഭഗവതനുചരരിലഹം അഗ്രീസരൻ മമ ഭാഗ്യമോ മമ ഭാഗ്യം നമോസ്തുതേ.
പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം. ഇതോട് കൂടിയിട്ട് 31-ാമത്തെ സർഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി സീതാദേവി ഹനുമാനെ കാണുന്ന ഭാഗങ്ങളാണ് അടുത്ത സർഗത്തിൽ. നാളെ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.